എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. റിയാക്ടിവിറ്റി സീരീസിന്റെ ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? എന്താണ്? ടു ഐഡന്റിഫൈ വിച്ച് മെറ്റൽ ഈസ് ബീങ് ഡിസ്പ്ലേസ്ഡ് ഇല്ലേ? ആദേശം ചെയ്യപ്പെടുന്ന മെറ്റലിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ. അതിന് മുന്നേ നിങ്ങൾ റിയാക്ടിവിറ്റി സീരീസ് ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. എങ്കിലുള്ള നിങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അടുത്ത ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ പഠിക്കാനുള്ളതാണ് ടു ഐഡന്റിഫൈ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. അതായത് ഓക്സികാരി, നിരോക്സികാരി. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സികാരി എന്നാണ്. അതുപോലെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരോക്സികാരിയാണ് കേട്ടോ. അപ്പൊ അതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അതിന് മുന്നേ ഓക്സിഡൈസിങ് ഏജന്റ് നമുക്കറിയാം. ഓക്സിഡേഷൻ എന്താണെന്നറിയാം, റിഡക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സികാരി, നിരോക്സികാരി. അതെന്താണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ റിഡോക്സ് റിയാക്ഷൻ ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഓക്സിഡേഷനെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് ഈ ഓക്സികാരി, റെഡ്യൂസിങ് ഏജന്റ്, അതുപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജന്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്ററിന്റെ വീഡിയോ കാണുക. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ്, അതുപോലെ എന്താണ് റെഡ്യൂസിങ് ഏജന്റ് എന്നുള്ളത്. ഇവിടെ നോക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണല്ലേ, അതായത് ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെ? ലോസ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ കണ്ടായിരുന്നു സിങ്കിന്റെ കേസിൽ അല്ലേ? സിങ്ക് 2 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുവാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുമ്പോൾ അത് ഓക്സിഡേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇനി റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ? ഇലക്ട്രോൺസിനെ നേടുന്നതിന് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാ കോപ്പറിന്റെ കേസിൽ ഇല്ലേ? കോപ്പർ എങ്ങനെയാണ്? 2 കോപ്പർ അയൺസ് 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറുന്നുണ്ട്. എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് നമുക്ക് ഓക്സിഡൈസിങ് ഏജന്റ്, അതുപോലെ തന്നെ എന്താണ് റെഡ്യൂസിങ് ഏജന്റ് കേട്ടോ. ഓക്സിഡൈസിങ് ഏജന്റ് എന്താണ്, അതുപോലെ തന്നെ റെഡ്യൂസിങ് ഏജന്റ്. ഇത് ഈ എക്സാമ്പിൾ ഇതിന്റെ ആണ്, ഓക്സിഡേഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് എന്താണ്? ഓക്സികാരി എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്സികാരി, ഓക്സികാരി എന്നും പറയും. റെഡ്യൂസിങ് ഏജന്റിനെ എന്താണ് പറയുന്നത്? നിരോക്സികാരി എന്നും പറയും കേട്ടോ. നിരോക്സികാരി, നിരോക്സികാരി എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഈ ഓക്സിഡൈസിങ് ഏജന്റ്? ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സികാരി എന്ന് വെച്ചാൽ ഓക്സീകരണത്തിന് കാരണമായ പദാർത്ഥത്തെയാണ്. അതായത് ദി സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷന് കാരണമായ പദാർത്ഥത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സികാരി അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അതായത് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഇതാ നോക്കിയാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ്, സിങ്ക് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് കാരണമായത് ആരാണ്? ഇവിടുത്തെ നോക്കി ഈ 2 ഇലക്ട്രോൺസ് കോപ്പർ എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? കൊടുത്ത 2 ഇലക്ട്രോൺസിനെ കോപ്പർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഓക്സിഡേഷന് കാരണമായിട്ടുള്ള ആരാണ്? ഈ കോപ്പറാണ്. മനസ്സിലായല്ലോ? ഇനി റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നിരോക്സികാരി, അതായത് കോസസ് റിഡക്ഷൻ. എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? നിരോക്സീകരണം. നിരോക്സീകരണത്തിന് കാരണമായ പദാർത്ഥം. നിരോക്സീകരണം സംഭവിക്കണമെങ്കിൽ എന്താണ്? അത് റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്താണ്? 2 ഇലക്ട്രോൺസിനെ ആരെങ്കിലും വിട്ടുകൊടുക്കണം ഇല്ലേ? 2 ഇലക്ട്രോൺസിനെ ആരാണ് ഇവിടെ വിട്ടുകൊടുത്തത്? സിങ്ക് ആണ് വിട്ടുകൊടുത്തത്. അപ്പൊ സിങ്ക് എന്തായിട്ട് മാറും? ഈ ഒരു റിയാക്ഷൻ കേസിൽ സിങ്ക് ആണ് ഇവിടുത്തെ നിരോക്സികാരിയായിട്ട് മാറുന്നത്. ഇവിടെ എന്താണ് ഓക്സികാരി അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് മാറുന്ന ആരാണ്? കോപ്പറാണ്. മനസ്സിലായല്ലോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. മനസ്സിലായല്ലോ? ഓക്സിഡേഷന് കാരണമായിട്ടുള്ളത് ആരാണോ, ഓക്സീകരണത്തിന് കാരണമായ പദാർത്ഥത്തെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയും. മനസ്സിലായല്ലോ? അതുപോലെ റിഡക്ഷന് കാരണമായിട്ടുള്ളതിനെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സികാരി എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അതാ നോക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. എക്സാമ്പിൾ കണ്ടല്ലോ, എക്സാമ്പിൾ കണ്ട് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പം ഈ ഓക്സിഡേഷന് കാരണമായിട്ടുള്ള ആരാണ്? കോപ്പറാണ്. അപ്പൊ അതാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഉണ്ടോ? ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഓക്സിഡേഷന് കാരണമായിട്ടുള്ള ഈ കോപ്പറാണ്. അതാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. മനസ്സിലായല്ലോ? റിഡക്ഷൻ എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞു ഇല്ലേ? ആ ഇലക്ട്രോൺസ് എന്താണ്? ഇലക്ട്രോൺസ് അവിടെ ഗെയിൻ ചെയ്യാൻ കാരണം ആരാണ്? സിങ്ക് ഇവിടെ വിട്ടുകൊടുത്തോണ്ടാണ്. അപ്പൊ സിങ്ക് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഓക്സിഡേഷനുമായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ആരാണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. റിഡക്ഷനുമായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ആരാണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡേഷന് കാരണമായിട്ടുള്ളതിനെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ. ഓക്സിഡേഷന് കാരണമായിട്ടുള്ളത് ഈ കോപ്പർ ആണ് അല്ലേ? അതുപോലെ തന്നെ റിഡക്ഷന് കാരണമായിട്ടുള്ളതിന് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? സിങ്ക് ആണ്.
ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് ഓക്സിഡൈസിങ് ഏജന്റ്, അതുപോലെ തന്നെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. നിങ്ങൾ മറന്നു പോയായിരിക്കും. ഇൻ കേസ് ഒന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ക്ലിയർ ആയാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് ആണെന്ന് അർത്ഥം. ഓക്സിഡേഷനെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡേഷനെ സഹായിക്കുന്നത് ആരാണ്? കോപ്പർ ആണ്. മനസ്സിലായല്ലേ? റിഡക്ഷനെ സഹായിക്കുന്നതാണ് റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷന് സഹായിക്കുന്നത് വെച്ചാൽ 2 ഇലക്ട്രോൺസ് നേടണം. അതാരാണ് കൊടുക്കുന്നത്? സിങ്ക് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് സിങ്കിനെ എന്താണ് പറയുന്നത്? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളിലേക്ക് നോക്കാം കേട്ടോ. ഇതാ ഇവിടെ നോക്കി, ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ. മഗ്നീഷ്യം എന്തൊക്കെയാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും ആണ് അല്ലേ. മഗ്നീഷ്യം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും ഇല്ലേ. ആര് ഡിസ്പ്ലേസ് ചെയ്യും? മഗ്നീഷ്യം ഡിസ്പ്ലേസ് ചെയ്യും. അതിന് കാരണം എന്താണ്? മഗ്നീഷ്യത്തിന് കോപ്പറിനേക്കാളും എന്ത് കൂടുതലാണ്? റിയാക്ടിവിറ്റി കൂടുതലാണ് ഇല്ലേ. നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് കണ്ടപ്പോൾ കണ്ടാണ് മഗ്നീഷ്യത്തിന് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? മഗ്നീഷ്യം കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ കയറിയിരിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ കോപ്പർ അവിടെ കോപ്പർ ആറ്റമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ നോക്കിയേ, വിച്ച് മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ഹിയർ. ഇവിടെ ഓക്സിഡൈസ് ചെയ്ത മെറ്റൽ ഏതാണ്? മഗ്നീഷ്യം ആണ് അല്ലേ. മഗ്നീഷ്യം ആണ് ഇവിടെ ഓക്സിഡൈസ് ചെയ്തതിന് കാരണം എന്താണ്? ഓക്സിഡൈസ് ചെയ്യാൻ കാരണം എന്താണ്? മോർ റിയാക്റ്റീവ് ആണ് നമ്മൾ പറഞ്ഞില്ലേ. മഗ്നീഷ്യം എന്താണ്? മോർ റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് മഗ്നീഷ്യത്തിന് എന്താണ്? ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഇക്വേഷൻ എന്താണ്? Mg ഇല്ലേ. Mgക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? Mg എന്തായിട്ട് മാറുന്നുണ്ട്? Mg2+ അയൺ ഇല്ലേ. 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് Mg2+ അയൺ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ ആണല്ലോ. വിച്ച് മെറ്റൽ ഈസ് റെഡ്യൂസ്ഡ് ഹിയർ. ഏത് മെറ്റലാണ് ഇവിടെ റെഡ്യൂസ് ചെയ്ത് റിഡക്ഷൻ സംഭവിച്ചത്? ഏതാണ്? കോപ്പർ ആണ് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത്. കാണുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഓക്സിഡേഷൻ നമ്പറിന്റെ കേസിലും പറഞ്ഞാണ്, ഓക്സിഡേഷൻ നമ്പർ കൂടുവാണെന്നുണ്ടെങ്കിൽ അത് ഓക്സിഡേഷൻ ആണെന്ന് പറഞ്ഞു. ഇവിടെ മഗ്നീഷ്യത്തിന്റെ കേസിൽ 0 ആണ്. ഇവിടെ വന്നപ്പോൾ 2+ ആയി ഇല്ലേ. അപ്പൊ എന്താണ്? ഓക്സിഡേഷൻ നടന്നു. അതുപോലെ തന്നെ കോപ്പർ ഇവിടെ 2+ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ എങ്ങനെയായി? ഓക്സിഡേഷൻ നമ്പർ 0 ആയി. അതായത് റിഡക്ഷൻ സംഭവിച്ചു ഇല്ല. ഓക്സിഡേഷൻ നമ്പർ കുറയുവാണെങ്കിൽ റിഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം വിച്ച് മെറ്റൽ ഈസ് റെഡ്യൂസ്ഡ് ഹിയർ? കോപ്പർ ആണ്. അപ്പം കോപ്പറിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Cu2+, 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറുന്നുണ്ട്? കോപ്പർ ആറ്റമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ എന്താണ്? ഓക്സിഡേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്തു, അതുകൊണ്ട് അവിടെ റിഡക്ഷൻ ആണ് സംഭവിച്ചത്. അറിയാലോ. ഞാൻ നോക്കിയേ, വിച്ച് റിയാക്ഷൻ ഒക്കേഴ്സ് ടു ദ മോർ റിയാക്റ്റീവ് മെറ്റൽ. ഏത് റിയാക്ഷൻ ആണ് ഇവിടുത്തെ റിയാക്റ്റീവ് മെറ്റൽ? മോർ റിയാക്റ്റീവ് മെറ്റൽ ഏതാണ്? മഗ്നീഷ്യം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മഗ്നീഷ്യത്തിന് എന്താണ് ഇവിടെ സംഭവിച്ചത്? ഓക്സിഡേഷൻ. ശരിയല്ലേ. അപ്പം റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ എന്ത് നമുക്ക് പറയാം? ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മോർ റിയാക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ. ഇനി വിച്ച് റിയാക്ഷൻ ഒക്കേഴ്സ് ടു ദ അയൺ ഓഫ് ദി ലെസ് റിയാക്റ്റീവ്. കോപ്പർ മഗ്നീഷ്യം ആകുമ്പോൾ ലെസ് റിയാക്റ്റീവ് അല്ലേ. ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഏതാണ്? കോപ്പർ ആണ്. അപ്പോൾ കോപ്പറിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്, അതായത് നിരോക്സീകരണം. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എന്താ നോക്കുക, മോർ റിയാക്റ്റീവ് മെറ്റൽ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് വൈൽ ദ അയൺ ഓഫ് ദി ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൂടുവാണെന്നുണ്ടെങ്കിൽ അല്ലെ, അതെന്താണ്? അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് എന്താണ്? ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് എന്ത് സംഭവിക്കുന്നുണ്ട്? റിഡക്ഷനും സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്സിഡൈസിങ് ഏജന്റും അതുപോലെ തന്നെ എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടായിരുന്നു. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്സീകരണത്തിന് കാരണമായ പദാർത്ഥം അല്ലതാ. നോക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് ഓക്സിഡേഷൻ ഈസ് കോൾഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ക്ലിയർ ആയല്ലോ. ദ സബ്സ്റ്റൻസ് ദാറ്റ് കോസസ്, ക്ലിയർ ആക്കും, മനസ്സിലാക്കുക കേട്ടോ. ദ സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് ഓക്സിഡേഷൻ, അതായത് ഓക്സിഡേഷന് കാരണമായിട്ടുള്ള മെറ്റലിനെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയും. ഇവിടെ ഓക്സീകരണത്തിന് കാരണമായിട്ടുള്ള മെറ്റൽ ഏതാണ്? ഓക്സീകരണം സംഭവിക്കുന്ന ആർക്കാണ്? മഗ്നീഷ്യത്തിനാണ്. ഈ മഗ്നീഷ്യത്തിന് ഓക്സീകരണം സംഭവിക്കാൻ കാരണമായിട്ടുള്ള മെറ്റൽ ഏതാണ്? കോപ്പർ ആണ് ഇല്ല. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? കോപ്പർ ആണ്. അത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ്? ഓക്സിഡൈസിങ് ഏജന്റ് കോപ്പർ ആണ്. റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? മഗ്നീഷ്യം ഇല്ലേ. റെഡ്യൂസിങ് ഏജന്റ് മഗ്നീഷ്യം. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാ നോക്കുക.
സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് റിഡക്ഷൻ. ഇവിടെ റിഡക്ഷന് കാരണമായിട്ടുള്ളത്, റിഡക്ഷൻ നടക്കുന്ന ആർക്കാണ്? ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് കോപ്പറിനാണ്. കോപ്പറിന് റിഡക്ഷൻ നടക്കാൻ കാരണം ആരാണ്? 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്നുണ്ടല്ലോ. 2 ഇലക്ട്രോൺസ് ആരാണ് വിട്ടുകൊടുക്കുന്നത്? മഗ്നീഷ്യമാണ്. അപ്പൊ മഗ്നീഷ്യത്തിന് നമുക്ക് എന്ത് പറയാം? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയാം. ക്ലിയർ ആയോ സംഭവം? അപ്പൊ ഇതാണ് ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, ഓക്സിഡേഷൻ നടക്കുന്നു. അത് മാറിപ്പോയല്ലോ കേട്ടോ. ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഓക്സിഡേഷന് സഹായമായതിനെ നമ്മൾ എന്ത് പറയും? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയും കേട്ടോ. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയും. ഓക്സിഡൈസിങ് ഏജന്റ്. റിഡക്ഷന് സഹായമായതിനെ നമ്മൾ എന്ത് പറയും? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. പക്ഷെ ഇതെങ്ങനെയാണ്? ഓക്സിഡേഷന് സഹായമായിട്ട് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അത് ഏതായിരിക്കും? റിഡക്ഷൻ നടക്കുന്നതായിരിക്കും. അതുപോലെ റിഡക്ഷന് സഹായമായതിനെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. അത് ഓക്സിഡേഷൻ, അതിങ്ങനെ ക്രിസ് ക്രോസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി താഴെ ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കിയേ. ഇൻ ദിസ് റിയാക്ഷൻ Cu2+ ആണ് ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ്. നമ്മൾ പറഞ്ഞല്ലോ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് കോപ്പർ എന്ന് പറഞ്ഞത്. Cu2+ ആണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. സിമിലർലി Mg ഈസ് ദ റെഡ്യൂസിങ് ഏജന്റ് ഇല്ലേ. Mg എന്ന് പറഞ്ഞിരിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. വാട്ട് ഹാപ്പൻസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് റിഡോക്സ് റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷൻ നടക്കാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക അല്ലെ. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതിനാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ റിഡോക്സ് പ്രവർത്തനത്തിൽ ഓക്സികാരിക്ക് എന്ത് സംഭവിക്കും? ഓക്സികാരി എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ്? ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? കോപ്പർ അയൺ ആണ് അല്ലെ. കോപ്പർ അയൺ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് കോപ്പർ ആറ്റമായിട്ട് മാറുന്നുണ്ട്. ഇത് നമുക്ക് പറയാം എന്ത് സംഭവിക്കുന്നുണ്ട്? ടു ഫോം അല്ലേ. ടു ഫോം ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? Cu2+ ആണ് അല്ലെ. Cu2+ ആൻഡ് ടു ഫോം എന്തായിട്ട് മാറുന്നുണ്ട്? Cu ആറ്റമായിട്ട് മാറുന്നുണ്ട് അല്ലേ. അതായത് ഓക്സിഡൈസിങ് ഏജന്റ് എന്തായിട്ട് മാറുന്നുണ്ട്? കോപ്പർ ആറ്റമായിട്ട് മാറുന്നുണ്ട്. മനസ്സിലായല്ലോ? വാട്ട് ഹാപ്പൻസ് ടു ദ റെഡ്യൂസിങ് ഏജന്റ്? റെഡ്യൂസിങ് ഏജന്റ് എവിടെ ഏതാണ്? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മഗ്നീഷ്യം ആണ് അല്ല. റെഡ്യൂസിങ് ഏജന്റ് മഗ്നീഷ്യം ആണ്. അത് മഗ്നീഷ്യം എന്തായിട്ട് മാറുന്നുണ്ട്? മഗ്നീഷ്യം അയൺ ആയിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ ടു കൺവേർട്ട് എന്ന് എഴുതാം അല്ലെ. ടു ഫോം എന്ന് വേണ്ട, ടു കൺവേർട്ട് എന്ന് എഴുതാം കേട്ടോ. ഇവിടെയും ടു കൺവേർട്ട് എന്ന് എഴുതാം. ടു കൺവേർട്ട് ഇത് എന്തായിട്ട് മാറുന്നുണ്ട്? മഗ്നീഷ്യം ഇല്ലേ. മഗ്നീഷ്യം അയൺ ആയിട്ട് അവിടെ മാറുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് അയൺ ആയിട്ട് മാറുന്നുണ്ട്, മഗ്നീഷ്യം അയൺ ആയിട്ട് മാറുന്നുണ്ട്. ഓക്സിഡൈസിങ് ഏജന്റ് കോപ്പർ ആറ്റവുമായിട്ട് മാറുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം റിഡോക്സ് റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്സിഡൈസിങ് ഏജന്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ആൻഡ് ദ റെഡ്യൂസിങ് ഏജന്റ് ഗെറ്റ് ഓക്സിഡൈസ്ഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക അല്ലേ. അതായത് റിഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോൾ ഇല്ലേ, റിഡോക്സ് പ്രവർത്തനം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓക്സികാരിക്ക്, അതായത് ഓക്സിഡേഷൻ ഏജന്റ്, ഓക്സിഡൈസിങ് ഏജന്റ് എന്ത് സംഭവിക്കുന്നുണ്ട്? റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്. അതായത് നിരോക്സീകരണം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ്യൂസിങ് ഏജന്റ് എന്നാണ് ഓക്സിഡൈസ് ആവുന്നുണ്ട്. റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? ഇവിടുത്തെ നമ്മുടെ എന്താണ്? മഗ്നീഷ്യം അല്ലേ. മഗ്നീഷ്യം ആയിരുന്നു റെഡ്യൂസിങ് ഏജന്റ്. മഗ്നീഷ്യം എന്തായിട്ട് മാറുന്നുണ്ട്? ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. ഓക്സിഡേഷൻ സംഭവിക്കുകയല്ലേ. ഓക്സിഡേഷൻ സംഭവിച്ചിട്ടില്ലേ Mg2+ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കും. ഇതൊക്കെ മെയിൻ പോയിന്റുകളാണ്. ഈ ബോക്സിൽ ഇട്ടിരിക്കുന്ന എല്ലാ മെയിൻ പോയിന്റുകളാണ്. കൃത്യമായി പോയിന്റുകളാക്കി എഴുതി തന്നെ പഠിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് ഓക്സിഡൈസിങ് ഏജന്റും അതുപോലെ തന്നെ റെഡ്യൂസിങ് ഏജന്റും എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താ നോക്കിയ ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതും കൂടെ ഒന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഐഡന്റിഫൈ ദ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദ റിയാക്ഷൻ ഗിവൺ ബിലോ. ഇവിടെ റിയാക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. സിൽവർ നൈട്രേറ്റ് ആണ്. സിൽവർ നൈട്രേറ്റ് കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കോപ്പർ നൈട്രേറ്റ് ആവുന്നുണ്ട് അല്ലേ. പിന്നെ സിൽവർ ആറ്റവും ആവുന്നുണ്ട്. അപ്പം ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഏതാണ്? റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഏതിനാണെന്ന് പറയാമല്ലോ. ഓക്സിഡേഷൻ ഇവിടെ ഏതിനാണ് സംഭവിക്കുന്നത്? അതോ നോക്കിയേ, ഓക്സിഡേഷൻ സംഭവിക്കുന്നത് സിൽവറും കോപ്പറും അല്ലേ. അപ്പൊ സിൽവറും കോപ്പറും ആകുമ്പോൾ ഏതാണ് മോർ റിയാക്റ്റീവ്? ഏതാണ്? കോപ്പർ ആണ് സിൽവറിനേക്കാളും. അപ്പം ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആർക്കാണ്? കോപ്പറിനാണ്. ശരിയല്ലേ? കോപ്പർ എന്തായിട്ട് മാറുന്നുണ്ട്? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് Cu2+ അയൺ ആയിട്ട് മാറുന്നുണ്ട്. ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഇനി റിഡക്ഷൻ സംഭവിക്കുന്നതോ സിൽവറിനാണ് അല്ലേ. റിഡക്ഷൻ സംഭവിക്കുന്നത് സിൽവർ ആണ്. അതായത് സിൽവർ അല്ലേ. സിൽവർ എങ്ങനെയാണ്? സിൽവർ ഇവിടെ ഒരു ഇലക്ട്രോണിനെയാണ് കേട്ടോ. സിൽവർ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് സിൽവർ ആറ്റം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കിയ ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരാണ്? ഓക്സിഡേഷനെ സഹായിക്കുന്ന ആരാണ്? സിൽവർ ആണ്. മനസ്സിലായല്ലോ? അപ്പം ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? Ag ആണ്.
റെഡ്യൂസിങ് ഏജന്റ് റിഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് രണ്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരണല്ലോ. അപ്പം സഹായിക്കുന്ന ആരാണ്? കോപ്പറാണ്. അപ്പൊ കോപ്പറാണ് അവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ ഓർത്തോണം കേട്ടോ, കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് കേട്ടോ, കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് എന്ന് ഓർത്തോണം കേട്ടോ. റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്? കോപ്പറിനാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അവിടെ നോക്കിയേ, ഇൻ റെഡോക്സ് റിയാക്ഷൻ ദ മോർ റിയാക്റ്റീവ് മെറ്റൽ ആക്ട്സ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. ക്ലിയർ ആയല്ലോ? അപ്പം റിയാക്ടിവിറ്റി സീരീസിന്റെ ബേസിൽ നമുക്ക് പറയാം, കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട്. ഇവിടെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ്, കോപ്പർ ആണ്. അപ്പൊ കോപ്പർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്, മനസ്സിലാക്കി പഠിക്കുന്നത്. നമ്മൾ റിയാക്ടിവിറ്റി സീരീസിന്റെ ബേസിലാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ റിയാക്ടിവിറ്റി സീരീസിന്റെ ബേസിലല്ലേ പറഞ്ഞു? റിയാക്ടിവിറ്റി സീരീസിന്റെ ഒരു അനദർ ആപ്ലിക്കേഷൻ അല്ലേ നമ്മൾ പറഞ്ഞു? എന്താണ് പറഞ്ഞത്? ടു ഐഡന്റിഫൈ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് അല്ലേ? ഓക്സിഡൈസിങ് ഏജന്റിനെയും റെഡ്യൂസിങ് ഏജന്റിനെയും കണ്ടുപിടിക്കാൻ റിയാക്ടിവിറ്റി സീരീസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ അല്ലെ, മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നിരോക്സീകാരിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓർത്തിരിക്കട്ടെ, മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? റെഡ്യൂസിങ് ഏജന്റ് ആണ് കേട്ടോ, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോർ റിയാക്റ്റീവ് മെറ്റലിനാണ് നമുക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഇതൊക്കെ എന്താണ്? മോർ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിന്റെ ബേസിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ? നമ്മളപ്പോ റിയാക്ടിവിറ്റി സീരീസിന്റെ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ എന്തായിരുന്നു പറഞ്ഞത്? മെറ്റൽസിനെ ഇല്ല, ഡിസ്പ്ലേസ് ചെയ്യുന്ന മെറ്റൽസിനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റിനെയും അതുപോലെ തന്നെ റെഡ്യൂസിങ് ഏജന്റിനെയും കണ്ടുപിടിക്കാന്ന്. അതെങ്ങനെയാണ്? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മോർ റിയാക്റ്റീവ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതിന് മോർ റിയാക്റ്റീവ് ആയതിന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഏതാണ്? റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ പഠിക്കാനുള്ളത് റിയാക്ടിവിറ്റി സീരീസ് ആണല്ലോ. അതിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് ടു ഐഡന്റിഫൈ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്. എന്താണ്? ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ആദേശം ചെയ്യാൻ അല്ലെങ്കിൽ ആദേശം തിരിച്ചറിയുന്നതിന്, ഹൈഡ്രജന്റെ ആദേശം തിരിച്ചറിയുന്നതിന് പറയാം കേട്ടോ. നമ്മൾ ആസിഡ് ഉണ്ടല്ലോ, എല്ലാ ആസിഡിലും എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ടെന്ന് നമുക്കറിയാം ഇല്ല? ആസിഡ്സിലെല്ലാം ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ആസിഡിൽ നിന്നും ഹൈഡ്രജന്റെ ആദേശം, ഹൈഡ്രജന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി എന്തുപയോഗിക്കുന്നുണ്ട്? റിയാക്ടിവിറ്റി സീരീസ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയാലോ? അപ്പൊ നമുക്ക് എന്താ നോക്കാം എങ്ങനെയാന്നുള്ളത്. ഇവിടെ കണ്ട എന്താണ്? കുറച്ച് ടെസ്റ്റ് ട്യൂബ്, ഒരു 5 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. അതിലെല്ലാം എടുത്തിരിക്കുന്നത് ഈക്വൽ എമൗണ്ട് ഓഫ് ഡയലൂട്ട് HCl ആണ് കേട്ടോ. ഡയലൂട്ട് HCl എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡയലൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു 5 ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുക, ഈക്വൽ എമൗണ്ടിൽ എടുത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? എന്നിട്ട് എന്താണ്? അയണ് കേട്ടോ, അയണ്, മഗ്നീഷ്യം, കോപ്പർ, പിന്നെന്താണ്? PB ലെഡ് കേട്ടോ, ZN സിങ്ക്, ഇതെല്ലാം ഇങ്ങനെ ചെറിയ ഈക്വൽ എമൗണ്ടിൽ ഇതെല്ലാം എടുത്തിട്ട് എന്താണ്? പോളിഷ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ചുരുട്ടി പോളിഷ് ചെയ്തിട്ട് തുല്യ മാസാണ്, എല്ലാത്തിനും സെയിം മാസാണ്. അതെല്ലാം കൂടെ ഓരോന്നും ഓരോ ട്യൂബിലേക്ക് ഇട്ടു. മനസ്സിലായല്ലോ? എന്തൊക്കെയാണ് ഇട്ടത്? അയണ്, മഗ്നീഷ്യം, കോപ്പർ, ലെഡ്, സിങ്ക്, എല്ലാം ഈക്വൽ മാസിലുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്ത് സംഭവിച്ചു? HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ കുറെ ബബിൾസ് ഉണ്ടാകുന്നുണ്ട്. ഇല്ല, എല്ലാത്തിലും ബബിൾസ് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, ചിലതിൽ കൂടുതൽ ഉണ്ടാകുക. ഇതിൽ കണ്ടില്ലേ, മഗ്നീഷ്യത്തിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം കോപ്പറിൽ എങ്ങനെയാണ്? ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലെ, ചിലതിൽ നല്ലോണം കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്, ചിലതെങ്ങനെയാണ്? വളരെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കാം? ബബിൾസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൈഡ്രജൻ അവിടെ ഡിസ്പ്ലേസ് ചെയ്ത് പോവുകയാണ്, ഹൈഡ്രജൻ അവിടെ ലിബറേറ്റ് ചെയ്ത് പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ ബബിൾസിന്റെ പ്രസൻസ് എന്താണ്? ഹൈഡ്രജൻ അവിടെ അല്ലേ, ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്താണ് അവിടെ ബബിൾസിന്റെ പ്രസൻസ് വരുന്നത്. HCl അല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഹൈഡ്രജൻ ഉണ്ട്. ക്ലിയർ ആണ്? അപ്പൊ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ബബിൾ വന്നത്. അതെല്ലാത്തിലും ഒരുപോലെയാണോ? അല്ല, നമ്മൾ കണ്ടു അല്ലേ? ചിലത് ഏതിലാണ് കൂടുതൽ? മഗ്നീഷ്യത്തിലാണ് കൂടുതൽ.
അറിയാലോ. നമുക്കറിയാം മഗ്നീഷ്യത്തിന് എങ്ങനെയാണ് അതാ ഈ മെറ്റൽസ് എല്ലാം നോക്കി അയണ്, മഗ്നീഷ്യം, കോപ്പർ, ലെഡ്, സിങ്ക് ഇതിനെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ മഗ്നീഷ്യത്തിന് എങ്ങനെയാണ് റിയാക്ടിവിറ്റി കൂടുതലല്ലേ? മഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലാണല്ലോ, നമ്മൾ കണ്ടതല്ലേ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്. സംശയം ഉണ്ടെങ്കിൽ നോക്കുക കേട്ടോ. ഇതാ നോക്കുക റിയാക്ടിവിറ്റി സീരീസ് എന്തൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. മഗ്നീഷ്യം ഇല്ലേ, മഗ്നീഷ്യം ഉണ്ട്. പിന്നെന്താണ് തന്നിട്ടുള്ളത്? കോപ്പർ അല്ലേ. കോപ്പർ എവിടെയാണ്? ഇതാ ഇത് കോപ്പർ അല്ലേ, മഗ്നീഷ്യം, കോപ്പർ. പിന്നെന്താണ് തന്നത്? ലെഡ്. ലെഡ് എവിടെയാണ് കിടക്കുന്നത്? ഇതാണ് ലെഡ് അല്ലേ. പിന്നെന്താണ്? സിങ്ക് അല്ലേ, സിങ്ക് ഉണ്ട്. പിന്നെ അയണും ഉണ്ട്. ഇതാ ഇതിന്റെ എല്ലാത്തിന്റെ മുകൾ ഭാഗത്തല്ലേ മഗ്നീഷ്യം കിടക്കുന്നത്. മനസ്സിലായത്? അതായത് മഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഹൈഡ്രജൻ ഇവിടെ ഇടയ്ക്ക് കിടപ്പുണ്ട്. ഹൈഡ്രജന്റെ മുകളിലോട്ട് കിടക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, മെറ്റൽസ് ഉണ്ടല്ലോ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ഹൈഡ്രജന്റെ മുകളിലോട്ട് കിടക്കുന്ന മെറ്റൽസിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഹൈഡ്രജൻ വാതകം അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്, ബബിൾസ് ഉണ്ടാവുന്നുണ്ട്, നമ്മൾ കണ്ടതാണ്. പക്ഷെ കോപ്പറിന് എങ്ങനെയാണ്? കോപ്പർ ഹൈഡ്രജന്റെ താഴ്ഭാഗത്താണ് കിടക്കുന്നത്. കോപ്പറിന് എങ്ങനെയാണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നുണ്ടോ? ഹൈഡ്രജൻ വാതകം ഉണ്ടായതായിട്ട് കാണുന്നുണ്ടോ? പിക്ചറിൽ നിന്ന് നോക്കിയേ, കോപ്പറിൽ ഉണ്ടായിട്ടില്ല അല്ലെ. കോപ്പറിൽ ഒന്നും സംഭവിച്ചില്ല. കോപ്പർ എവിടെയാണ്? റിയാക്ടിവിറ്റി സീരീസിന്റെ കേസിൽ വരുമ്പോൾ കോപ്പർ എവിടെയാണ്? ഹൈഡ്രജന്റെ താഴ്ഭാഗത്താണ് കിടക്കുന്നത്. ലെസ് റിയാക്റ്റീവ് ആണ്, ഹൈഡ്രജനേക്കാളും കുറവാണ് റിയാക്ടിവിറ്റി. അതുകൊണ്ടാണ് ഒരു ബബിൾസും ഉണ്ടാകാത്തത്. ഹൈഡ്രജനേക്കാളും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളതാണ് മറ്റ് മെറ്റൽസ് എല്ലാം അല്ലെ. റിയാക്ടിവിറ്റി സീരീസിന് മുകൾ ഭാഗത്തല്ലേ കിടക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം അതാണ് റീസൺ. അപ്പൊ അതിൽ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളതാണ് മഗ്നീഷ്യമാണ്. അപ്പൊ അതുകൊണ്ട് മഗ്നീഷ്യത്തിലാണ് കൂടുതലായിട്ടും ഹൈഡ്രജൻ വാതകം അവിടെ ഉണ്ടായത്. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പം റിയാക്ടിവിറ്റി സീരീസ് ഹൈഡ്രജന് മുകളിൽ വരുന്നതാണ് ഏതൊക്കെ? അയണ്, മഗ്നീഷ്യം, ലെഡ്, അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ സിങ്ക് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് ഹൈഡ്രജനെ ആദേശം ചെയ്യാൻ സാധിക്കും, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ കോപ്പർ എങ്ങനെയാണ്? ഹൈഡ്രജന്റെ താഴ്ഭാഗത്തല്ലേ വരുന്നത്, അതുകൊണ്ട് ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ക്ലിയർ ആയല്ലോ, അതാണ് കാരണം. നമുക്ക് നോക്കാം അവിടുത്തെ ക്വസ്റ്റ്യൻസ്. നോക്കിയേ, ഇൻ വിച്ച് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്സ് ഈസ് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസർ? ഇത് ഏതിലൊക്കെയാണ് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തത്? ഏതിലൊക്കെയാണ്? അയണിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏതാണ്? മഗ്നീഷ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏതാണ്? ലെഡിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏതാണ്? സിങ്കിലും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായല്ലോ. ദെൻ ഈസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് സെയിം ഇൻ ഓൾ ദ ടെസ്റ്റ് ട്യൂബ്? സെയിം ഒരുപോലെയാണോ? അല്ല. Examine the position of hydrogen and the metals used here. The reactivity series and record your observation. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹൈഡ്രജന്റെ മുകളിൽ അല്ലെ, ഹൈഡ്രജന്റെ മുകൾ ഭാഗത്തുള്ളതിന് ഇങ്ങനെ റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ അതിന് സംഭവിക്കുന്നുണ്ട്, കൂടുതൽ ഹൈഡ്രജനെ അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജന്റെ താഴ്ഭാഗത്താണ് നമ്മുടെ കോപ്പർ ഉള്ളത്, റിയാക്ടിവിറ്റി കുറവാണ്, അപ്പം ഒട്ടും അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് നമുക്ക് പറയാം? അതാണ് ഒബ്സർവേഷൻ കേട്ടോ. ദ മെറ്റൽസ് പ്ലേസ്ഡ് എബോവ് ഹൈഡ്രജൻ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഡൈലൂട്ട് ആസിഡ്. ഡൈലൂട്ട് ആസിഡിൽ നിന്നും നേർപ്പിച്ച എന്താണ് ആസിഡിൽ നിന്നും ഹൈഡ്രജന് മുകളിൽ വരുന്ന റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന് മുകളിൽ വരുന്ന മെറ്റൽസിന് എന്താണ്? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ അതാണ് അനദർ ആപ്ലിക്കേഷൻ ഓഫ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ്. അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജന്റെ മുകൾ ഭാഗത്ത് വരുന്ന മെറ്റൽസ് എല്ലാം എന്താണ്? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇത് അങ്ങനെയാണെങ്കിൽ ഇത് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നുണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഹൈഡ്രോക്ലോറിക് ആസിഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും കേട്ടോ, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്? ഏതൊക്കെയാണ് ഹൈഡ്രജന്റെ മുകൾ ഭാഗത്ത് വരുന്നത് അല്ലേ? മുകളിൽ വരുന്നത് ഏതൊക്കെ മെറ്റൽസ് ആണ്? സോഡിയം വരുന്നുണ്ടോ? സോഡിയം ഉണ്ടല്ലേ. സോഡിയം ഹൈഡ്രജന്റെ മുകൾ ഭാഗത്തായിട്ടാണ് വരുന്നത്. നോക്കിയേ കാണാമല്ലോ. അടുത്ത നോക്കിയേ, ഗോൾഡ് വരുന്നുണ്ടോ? ഗോൾഡ് താഴെയല്ലേ, വരുന്നില്ല. സിൽവറോ? സിൽവറും ഹൈഡ്രജന്റെ താഴെ ഭാഗത്തായിട്ടാണ് വരുന്നത്. അലൂമിനിയം ഉണ്ടോ? അലൂമിനിയം ഹൈഡ്രജന്റെ മുകൾ ഭാഗത്താണ്. അപ്പം ഏതാണ്? സോഡിയവും അതുപോലെ തന്നെ അലൂമിനിയവുമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം എനിക്ക് അത്തരത്തിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ മനസ്സിലായല്ലോ. റിയാക്ടിവിറ്റി സീരീസ് ആണ് നമ്മൾ കണ്ടത്. റിയാക്ടിവിറ്റി സീരീസിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്തായിരുന്നു? ടു ഐഡന്റിഫൈ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്. ആസിഡിൽ നിന്നും ഹൈഡ്രജൻ നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും. റിയാക്ടിവിറ്റി സീരീസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും? ഡിസ്പ്ലേസ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഇല്ലേ? ആദേശം ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഇല്ലേ, മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഡിസ്പ്ലേസ് ചെയ്യും നമ്മൾ കണ്ടു
അല്ലേ? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഡിസ്പ്ലേസ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? മോർ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്യുന്നത് കണ്ടു. ദെൻ അടുത്ത എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് ഇല്ല, ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റിന്. അപ്പൊ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് കണ്ടു. അതുപോലെ തന്നെ എന്താണ്? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ, ഹൈഡ്രജന്റെ മുകൾ ഭാഗത്തുള്ള എങ്ങനെയാണ്? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും റിയാക്ടിവിറ്റി സീരീസിൽ, താഴെയുള്ള ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. അപ്പം ദീസ് ആർ ദ മെയിൻ 3 ആപ്ലിക്കേഷൻ ഓഫ് റിയാക്ടിവിറ്റി സീരീസ്. എളുപ്പമല്ലേ? അപ്പം ഈ ഒരു കാര്യം, ഈ 3 ആപ്ലിക്കേഷൻ നമ്മൾ എന്തിന്റെ ബേസിലാണ്? റിയാക്ടിവിറ്റി സീരീസിന്റെ ബേസിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പം റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കുക. കുറച്ചല്ലേ ഉള്ളത്, കാണാതെ തന്നെ എങ്ങനെയും പഠിച്ചു വെക്കുക. കീവേഡ്സ് ഒക്കെ ഉപയോഗിച്ച് പഠിച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് ഈ 3 എണ്ണത്തിലെ ഏതെങ്കിലും ഒക്കെ ചോദിക്കും. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ദ റിയാക്ടിവിറ്റി സീരീസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും അതുപോലെ തന്നെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളുമാണ് പഠിച്ചത്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോട്ടുകൾ കേട്ടോ, നമ്മുടെ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ഷോർട്ട് നോട്ടായിട്ട് കീവേഡ്സുകളൊക്കെ ആയിട്ട് നിങ്ങൾ നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് പഠിക്കുക. ഇതിലുള്ള മറന്നു പോകാതിരിക്കത്തുള്ളൂ. എല്ലാം കൂടെ നമ്മൾ വലിയ നോട്ട് പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. അല്ലാതെ തന്നെ കീ നോട്ട്സ് ആയിട്ട് നമ്മൾ കീ പോയിന്റുകളായിട്ട് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് പഠിക്കുക. അപ്പോൾ അത്രയാണ് കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് നമ്മുടെ എന്താണ്? ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ചാണ് കേട്ടോ. ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഗാൽവാനിക് സെല്ലിന്റെ കാര്യങ്ങൾ കണ്ടു. അതുപോലെ റിയാക്ടിവിറ്റി, ഗാൽവാനിക് സെല്ലിന്റെ കാര്യങ്ങൾ കണ്ടപ്പോൾ അതിലും റിയാക്ടിവിറ്റി സീരീസ് പറഞ്ഞുണ്ടല്ലേ? കണ്ടാണല്ലോ? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് കണ്ടു ഇല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്